നമ്മൾ കാറിലൊക്കെ ഇതുപോലെ ടിഷ്യൂ ബോക്സുകൾ വാങ്ങിച്ചു വെക്കാറുണ്ട്. കാറിൽ മാത്രമല്ല നമ്മൾ കിച്ചണിലൊക്കെ ടിഷ്യൂ ബോക്സുകൾ ഇങ്ങനെ വാങ്ങിച്ചു വെച്ചിട്ട് ടിഷ്യൂ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക, കാലിയായിട്ടുള്ള ബോക്സുകൾ പൊതുവേ നമ്മൾ ഡസ്റ്റ്ബിനിലെടുത്ത് കളയാറാണ് പതിവ്. പക്ഷേ ഈ ബോക്സ് കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. വായോ നമുക്ക് കണ്ടു നോക്കാം. അപ്പോഴേ ഞാൻ ഇവിടെ കുറച്ച് കാലിയായിട്ടുള്ള ടിഷ്യൂവിൻ്റെ ബോക്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് റീയൂസ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടു നോക്കാം. ആദ്യത്തെ ടിപ്പ്, നമ്മുടെ കിച്ചണിൽ അധികം സ്പേസ് ഇല്ല, ചെറിയ അടുക്കളയാണെങ്കിൽ ഉപകാരപ്പെടുന്നതാണ് കേട്ടോ. ഇതുപോലെ നമ്മൾ ഗ്രോസറി ഐറ്റംസ് ഒക്കെ വാങ്ങിക്കൊണ്ട് വന്ന് ബോട്ടിലാക്കി കഴിഞ്ഞാൽ ചിലപ്പം കുറച്ചൊക്കെ അധികം വരാറുണ്ടല്ലേ. ഇത് നമുക്ക് നല്ല ഈസി ആയിട്ട് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. ബാക്കി വരുന്ന ഒരു ഗ്രോസറി ഐറ്റംസ് ഇതുപോലെ നല്ല പോലെ ഒന്ന് മടക്കി സ്റ്റാപ്ലർ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ കാലിയാക്കി കളയാനായിട്ട് വെച്ചിരിക്കുന്ന ടിഷ്യൂ ബോക്സുകളുണ്ടല്ലോ, അതിനുള്ളിലേക്ക് പ്രാണികളൊന്നും വരാതിരിക്കാനായിട്ട് ഒന്നുകിൽ 1-2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം, അതല്ലെങ്കിൽ ഇതുപോലെ ഗ്രാമ്പു ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ സ്റ്റാപ്ലർ ചെയ്ത് വെച്ചിരിക്കുന്ന ബാക്കിയുള്ള ഫുഡ് ഐറ്റംസുകൾ ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് നല്ല പോലെ ഒന്നുകിൽ ക്ലിൻ ഫിലിം വെച്ചിട്ട് നിങ്ങൾക്ക് റാപ്പ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ അലൂമിനിയം ഫോയിൽ ഉണ്ടല്ലോ അത് വെച്ചിട്ടൊന്ന് റാപ്പ് ചെയ്ത് വെക്കുകയാണെങ്കിൽ എത്ര കാലം കഴിഞ്ഞാലും ഇത് കേടാവുകയോ അല്ലെങ്കിൽ ഇതിനുള്ളിലേക്ക് എയർ പോലും കയറത്തില്ല കേട്ടോ. നല്ല പോലെ ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. സാധാരണയൊക്കെ ഇതുപോലെ ബാക്കി വരുന്ന ഫുഡ് ഐറ്റംസുകൾ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ തുറന്ന് വെച്ചിട്ട് പ്രാണികളൊക്കെ കയറി പിന്നെ നമ്മൾ എടുക്കുമ്പോൾ ആ ഒരു ഫ്രഷ്നെസ് ഒന്നും ഉണ്ടാവത്തില്ല. ഇതുപോലെ നിങ്ങൾ വെക്കുകയാണെങ്കിൽ നല്ല പോലെ നമുക്ക് കുറേ കാലത്തേക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും കേട്ടോ. എപ്പോൾ എടുത്താലും നമ്മൾ പുതുതായിട്ടൊരു പാക്കറ്റ് ഓപ്പൺ ചെയ്തെടുക്കുന്ന ആ ഒരു ഫ്രഷ്നെസ്സോട് കൂടി തന്നെ ഉപയോഗിക്കാനായിട്ട് കഴിയും. മാത്രമല്ല നമ്മുടെ കിച്ചൺ നല്ല സിസ്റ്റമാറ്റിക് ആയിട്ട് ഓർഗനൈസ്ഡ് ആയിട്ടിരിക്കും കേട്ടോ, കാണാനും ഭംഗിയായിരിക്കും. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ടിപ്പ് തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പെട്ടെന്നൊരു ലൈക്ക് തന്നോളൂ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് കണ്ടു നോക്കാം. ഒരു ടിഷ്യൂ ബോക്സ് നമ്മൾ എടുക്കുമ്പോൾ ഇതുപോലെ ആയിരിക്കുമല്ലോ ഇരിക്കുന്നത്. അതിൻ്റെ നടുക്ക് 2 സൈഡിലേക്കും കട്ട് ചെയ്തതിന് ശേഷം എഡ്ജ് ഭാഗം ഉണ്ടല്ലോ, ആ എഡ്ജ് ഭാഗം കട്ട് ചെയ്തിട്ട് ആ 2 സൈഡും ഉള്ളിലേക്കൊന്ന് ഫോൾഡ് ചെയ്ത് വെക്കണം. ഞാൻ പറയുന്നതിനേക്കാളും കുറച്ചും കൂടി നിങ്ങൾക്ക് ഈസി ആവുക വീഡിയോയിൽ കാണുമ്പോഴായിരിക്കും കേട്ടോ. ഇങ്ങനെ 2 സൈഡും കട്ട് ചെയ്തതിന് ശേഷം ആ ഒരു പ്ലേറ്റ് ഉള്ളിലേക്ക് മടക്കി വെക്കുക. ഇതേപോലെ തന്നെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡും ചെയ്യുക കേട്ടോ. ഇപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇനി നമ്മൾ മടക്കി വെച്ചിരിക്കുന്ന ആ ഒരു പ്ലേറ്റ് സ്റ്റാപ്ലർ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ടിഷ്യൂ ബോക്സ് കുറച്ച് സ്ട്രോങ് ആയിട്ട് കിട്ടും കേട്ടോ. ഈ ഒരു ബോക്സ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് ഒരു ട്രേ പോലെ ഉപയോഗിക്കാവുന്നതാണ്. ഇതിലേക്ക് ഒരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ ഒരു ന്യൂസ് പേപ്പർ മടക്കി വെച്ച് കൊടുത്തതിന് ശേഷം ഞാനിപ്പോൾ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ എണ്ണയുടെയൊക്കെ ബോട്ടിലുകളുണ്ടല്ലോ, എണ്ണയുടെയും നെയ്യുടെയൊക്കെ ബോട്ടിൽ ഇതുപോലെ വെക്കുകയാണെങ്കിൽ എണ്ണയും നെയ്യും ഒക്കെ നമ്മൾ കബോർഡിൽ വെക്കുന്ന സ്ഥലത്ത് എണ്ണമെഴുക്കൊന്നും ഉണ്ടാവില്ല. ആഴ്ചയിൽ ഒരു ദിവസം ആ ഒരു ടിഷ്യൂ പേപ്പർ എടുത്ത് മാറ്റി പുതിയത് വെച്ചാൽ മതി. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കബോർഡിലേക്ക് വെക്കുകയാണെങ്കിൽ നമ്മൾ എണ്ണയൊക്കെ സ്ഥിരം ഉപയോഗിച്ച് കഴിയുമ്പോൾ കുപ്പിയുടെയൊക്കെ പുറത്ത് എന്തായാലും എണ്ണമെഴുക്കൊക്കെ ഉണ്ടാവും. അതൊക്കെ അവിടെ ആയിട്ട് ഡീപ് ക്ലീനിങ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇനി ഇതേ ബോക്സ് തന്നെ നമുക്ക് ഫ്രിഡ്ജിലും വെക്കാം. മസാലകളൊക്കെ ബാക്കി വരുന്നത് നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സമയത്ത് പല സ്ഥലത്ത് വെക്കാതെ ഇതുപോലെ ഒരു ട്രേക്കുള്ളിലാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് എടുക്കാനും എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഫ്രിഡ്ജിലെ സ്പേസ് നമുക്ക് ഒരുപാട് യൂട്ടിലൈസ് ചെയ്യാനും പറ്റും. കണ്ടില്ലേ എത്ര ഭംഗിയായിട്ടാണ് നമ്മൾ ഫ്രിഡ്ജിൽ ഈ ഒരു ട്രേ വെച്ചിരിക്കുന്നത്. കാണാൻ ഒരു ഭംഗിയുമില്ല, എടുക്കാനും എളുപ്പമാണ്. ഇനി നമുക്ക് അടുത്ത ടിപ്പ് കണ്ടു നോക്കാം. ഇതുപോലെയുള്ള ചെറിയ പ്ലാസ്റ്റിക് കവറുകളൊക്കെ നമ്മൾ പുറത്തുനിന്ന് പല സാധനങ്ങൾ വാങ്ങുമ്പോഴും വീട്ടിലേക്ക് കൊണ്ടുവരാറുണ്ട്. അത് നമ്മൾ എടുത്തു വെക്കാറുണ്ട് വീണ്ടും നമുക്ക് ഉപയോഗിക്കാനായിട്ട്. പക്ഷേ നമ്മളിത് അലക്ഷ്യമായിട്ട് എവിടെയെങ്കിലുമൊക്കെ ചുരുട്ടിക്കൂട്ടി വെക്കുകയാണെങ്കിൽ പാറ്റയുടെയൊക്കെ ശല്യം പെട്ടെന്ന് വരും കേട്ടോ. മാത്രമല്ല വീട് കാണാനായിട്ട് ഭംഗിയായിരിക്കും. എത്ര വൃത്തിയാക്കിയാലും നമ്മുടെ വീട് വൃത്തിയാവുകയില്ല. അപ്പം ഇതുപോലുള്ള പ്ലാസ്റ്റിക് കവറുകൾ വീഡിയോയിൽ കാണിക്കുന്ന പോലെ 2 സൈഡിൽ നിന്ന് മടക്കിയതിന് ശേഷം താഴേന്ന് ചെറിയായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊണ്ടുവന്ന് അതിൻ്റെ വായ് ഭാഗം വരുമ്പം അടുത്ത പ്ലാസ്റ്റിക് കവർ അതിലേക്ക് ഈ ഒരു രീതിയിൽ ചെയിൻ അറ്റാച്ച് ചെയ്യുന്ന പോലെ ഇങ്ങനെ മടക്കി എടുക്കുക. അങ്ങനെ എത്ര പ്ലാസ്റ്റിക് കവർ നിങ്ങളുടെ കയ്യിലുണ്ടോ അതെല്ലാം മടക്കി എടുത്തതിന് ശേഷം നമ്മൾ ഉപയോഗിക്കാണ്ട് മാറ്റി വെച്ചിരിക്കുന്ന ടിഷ്യൂ ബോക്സുകളുണ്ടല്ലോ അതിനുള്ളിലേക്ക് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല ഓർഗനൈസ്ഡ് ആയിട്ട് ഇരുന്നോളും. മാത്രമല്ല ആവശ്യമുള്ള സമയത്ത് നമുക്ക് എടുക്കാനും എളുപ്പമായിരിക്കും. ഒരുപാട് സ്പേസ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും കേട്ടോ. ഈ ഒരു ടിഷ്യൂ പേപ്പറിനുള്ളിൽ എത്രത്തോളം പ്ലാസ്റ്റിക് കവർ നമുക്ക് വെക്കാമെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുമല്ലോ. ടിപ്പുകളൊക്കെ വളരെ ചെറുതാണെങ്കിലും നമ്മുടെ നിത്യജീവിതത്തിൽ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് കേട്ടോ. തീർച്ചയായും നിങ്ങളിതൊക്കെ ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത്. കണ്ടില്ലേ എത്ര ഈസി ആയിട്ട് നല്ല ഭംഗിയായിട്ടാണ് നമ്മൾ ഓരോ കവറുകളും എടുക്കുന്നതെന്നുള്ളത്. ഇനി കിച്ചണിലെ ഏറ്റവും വലിയ തലവേദനയാണ് നമ്മൾ എത്ര കിച്ചൺ ടവൽ വാങ്ങി വെച്ചാലും ആവശ്യമുള്ള സമയത്ത് നോക്കിയാൽ ഒന്നുപോലും കാണാറില്ല എന്നുള്ളത്. അതല്ലാന്നുണ്ടെങ്കിൽ കൗണ്ടർ ടോപ്പിൻ്റെ മുകളിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചിലപ്പം കിച്ചൺ ടവലൊക്കെ കിടക്കുന്നതാണ്. എൻ്റെ അവസ്ഥയാണ് കേട്ടോ പറഞ്ഞത്. ചിലരൊക്കെ നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്യുന്നവരായിരിക്കും. അപ്പം നമുക്കും അതുപോലെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റും. കിച്ചൺ ടവലൊക്കെ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നതിന് ശേഷം ഇതുപോലെ മടക്കി നമ്മുടെ ടിഷ്യൂ ബോക്സ് ഉണ്ടല്ലോ അതിനുള്ളിൽ വെക്കുകയാണെങ്കിൽ ആവശ്യമുള്ള സമയത്ത് നമുക്ക് വളരെ എളുപ്പം എടുക്കാനായിട്ട് പറ്റും.
നമ്മുടെ കിച്ചൺ നല്ലപോലെ കിടക്കുകയും ചെയ്യും കേട്ടോ. എന്നും നമ്മൾ കിച്ചണായാലും വീടായാലും വൃത്തിയാക്കിയതുകൊണ്ട് മാത്രം നല്ല ഭംഗി ഉണ്ടാവണമെന്നില്ല. ഇതുപോലെ കുറച്ച് കുറച്ച് ടിപ്പുകളൊക്കെ ചെയ്താൽ മാത്രമാണ് കേട്ടോ നല്ല ഭംഗിയായിട്ട് ഓർഗനൈസ്ഡ് ആയിട്ട് നമ്മുടെ വീട് ഇരിക്കുകയുള്ളൂ. ഇതുപോലെ നമ്മൾ കളയാൻ വെച്ചിരിക്കുന്ന ഒരു ടിഷ്യൂ ബോക്സിനുള്ളിലേക്ക് നമ്മുടെ കിച്ചൺ ടവലുകളൊക്കെ വെച്ചിട്ട് കബോർഡിനുള്ളിൽ വെക്കുകയാണെങ്കിൽ ആ ഒരു സ്പേസ് സേവ് ചെയ്യാനായിട്ടും പറ്റും. പുറത്തൊന്നും കിച്ചൺ ടവൽ അനാവശ്യമായി കിടക്കുകയില്ല, എടുക്കാനും എളുപ്പമായിരിക്കും. ഇങ്ങനെയുള്ള ഓർഗനൈസറൊക്കെ നമുക്ക് വാങ്ങാനായിട്ട് പറ്റും കേട്ടോ. അത്യാവശ്യം നല്ല പൈസയൊക്കെ ആവും, പക്ഷേ ഇത് നമ്മൾ 5 പൈസ പോലും ചിലവാക്കാതാണ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ നമുക്ക് തക്കാളി ആയാലും സവാള ആയാലും സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് ബോക്സ് ഇല്ലാന്നുണ്ടെങ്കിൽ ടിഷ്യൂ പേപ്പറിൻ്റെ ബോക്സ് നമ്മൾ ആദ്യം കട്ട് ചെയ്തെടുത്തില്ലേ, ആ ബോക്സ് തന്നെയാണിത്. ഇതിലേക്ക് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ. ഫ്രിഡ്ജിലായാലും സ്റ്റോർ ചെയ്ത് വെക്കാം, അതുപോലെ തന്നെ നമ്മുടെ കൗണ്ടർ ടോപ്പിലായാലും ഇതുപോലെ ബോക്സിനകത്താക്കി വെക്കുകയാണെങ്കിൽ കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും കേട്ടോ. നല്ല ഓർഗനൈസ്ഡ് ആയിട്ട് ഇരുന്നോളും. ഇതേ ബോക്സ് തന്നെ നമ്മൾ കുട്ടികളുടെ സ്റ്റഡി ടേബിൾ സൈഡിൽ ഡസ്റ്റ്ബിനായിട്ട് ഉപയോഗിക്കാൻ വെച്ചു കൊടുക്കാവുന്നതാണ്. മാത്രമല്ല മേക്കപ്പ് സ്റ്റാൻഡിൻ്റെയൊക്കെ സൈഡിൽ വെക്കുകയാണെങ്കിൽ മുടിയൊക്കെ കോംബ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വേസ്റ്റൊക്കെ ഇട്ട് വെക്കാനായിട്ട് അതും ഒരു ഡസ്റ്റ്ബിൻ പോലെ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ നമ്മുടെ ഡ്രോയറിനുള്ളിൽ കുട്ടികളുടെയൊക്കെ മേക്കപ്പ് സാധനങ്ങൾ ഇട്ട് വെക്കാനായിട്ട് ഉപയോഗിക്കാം. അതൊക്കെ പ്രത്യേകമായിട്ട് 1-2 ബോക്സുകൾ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ട് അതിലേക്ക് മുടിയിലിടുന്ന ആക്സസറീസ് അല്ലെങ്കിൽ മാല, കമ്മലൊക്കെ നമുക്ക് പല ബോക്സുകളാക്കി വെക്കുകയാണെങ്കിൽ നല്ല സിസ്റ്റമാറ്റിക് ആയിട്ട് ഇരുന്നോളും. അതൊന്നും ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ട് ലെന്തി ആക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുകയാണ് കേട്ടോ. ഒരേപോലെ തന്നെ ഞാൻ 2 ബോക്സുകൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യം കട്ട് ചെയ്തതുപോലെയാണ് കേട്ടോ രണ്ടാമത്തെ ബോക്സും കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്, അതുകൊണ്ടാണ് പറയാതിരുന്നത്. ഇതിലേക്ക് നമുക്ക് കുട്ടികളുടെ ഇന്നർ ഗാർമെൻറ്റ്സുകൾ, സോക്സുകളൊക്കെ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. രാവിലെ മിക്ക വീട്ടിലുമുള്ള വലിയൊരു യുദ്ധമാണ് ഇന്നർ ഗാർമെൻറ്റ്സ് എവിടെ പോയി, സോക്സിൻ്റെ പെയർ എവിടെ പോയി, ടവൽ എവിടെ പോയി എന്ന് ചോദിച്ചു 10 പ്രാവശ്യങ്ങൾ നമ്മളെ വിളിക്കാം. കിച്ചണിൽ ഹറിബറി ആയിട്ട് ജോലി ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ അതെല്ലാം ഇട്ടിട്ട് നമ്മൾ ഇതെടുത്ത് കൊടുക്കാനായിട്ട് പോകേണ്ടി വരും. അതേസമയം നമ്മൾ സമയമുള്ളപ്പോൾ ഇതുപോലെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അവർ തനിയെ എടുത്തോളും. ഈ ഒരു രീതിയിൽ വെക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഡ്രസ്സിന് മാച്ചിങ് ആയിട്ട് ഇന്നേഴ്സൊക്കെ എടുക്കാൻ അവർക്ക് വളരെ എളുപ്പമായിരിക്കും. മാത്രമല്ല കാണാനും നല്ല ഭംഗിയായിരിക്കും കേട്ടോ. നമ്മൾ കബോർഡ്സിൽ ഇതുപോലെയൊക്കെ ഒന്ന് വെക്കുകയാണെങ്കിൽ എത്ര നല്ല പെർഫെക്റ്റ് ആയിട്ട് ഓർഗനൈസ്ഡ് ആയിട്ട് ഇരിക്കുമെന്ന് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കും. ഇത്തരത്തിലുള്ള ഡ്രസ്സ് ഓർഗനൈസറൊക്കെ നമുക്ക് ഓൺലൈനായിട്ട് വാങ്ങാനായിട്ട് കിട്ടും. ഒരെണ്ണത്തിന് തന്നെ 350-450 ഒക്കെ കൊടുക്കണം കേട്ടോ. പക്ഷേ നമ്മളിത് 5 പൈസ പോലും ചിലവില്ലാതെ വെറുതെ കളയാൻ വെച്ചിരുന്ന സാധനത്തിലാണ് റെഡിയാക്കി എടുത്തിരിക്കുന്നത്. പൊളിയല്ലേ? ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. മാത്രമല്ല ഇതുവരെ കണ്ട ടിപ്പുകളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായ ടിപ്പ് ഏതാണെന്ന് കമൻറ്റ് കൂടി ചെയ്യണേ. നിങ്ങളുടെ ഭാഗത്തു നിന്ന് കിട്ടുന്ന ഓരോ കമൻസും ലൈക്കും ഒക്കെയാണ് കേട്ടോ ഞങ്ങളെപ്പോലുള്ള ക്രിയേറ്റേഴ്സിന് ഇതുപോലെയുള്ള ഇന്നോവേറ്റീവ് ഐഡിയാസുമായിട്ട് വീണ്ടും വീഡിയോസുകൾ ചെയ്യാനൊരു മോട്ടിവേഷൻ കിട്ടുന്നത്. ഇനി അടുത്ത ടിപ്പ് ചെയ്യാനായിട്ട് ഒരു ടിഷ്യൂ ബോക്സിൻ്റെ നടുക്ക് വെച്ച് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. മൊത്തത്തിൽ കട്ട് ചെയ്തെടുക്കുന്നില്ല, ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് പോലെ പകുതി മാത്രമാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. കറക്റ്റ് സെൻട്രലിൽ വെച്ച് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഈ ഒരു രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്ത് എടുത്തേക്കുന്നത്. ഇതിപ്പോൾ 2 ക്യാബിനുള്ള ഒരു ബോക്സ് ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾ കുറച്ച് ക്രിയേറ്റീവ് ഐഡിയ ഒക്കെ ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നമുക്ക് കുറച്ച് പെയിൻ്റൊക്കെ ചെയ്ത് നല്ല ഡെക്കറേറ്റീവ് ആക്കി എടുക്കാം, അല്ലെങ്കിൽ കുറച്ച് കളർ പേപ്പേഴ്സൊക്കെ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തൊക്കെ എടുക്കുകയാണെങ്കിൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഇനി ഈ ബോക്സിൻ്റെ നടുക്കൊന്ന് സ്റ്റാപ്ലർ ചെയ്തെടുക്കുന്നുണ്ട്. അടിഭാഗത്ത് നമ്മൾ പശ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഈ ഒരു ബോക്സ് കൊണ്ട് കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാവുന്നതാണ്. ബാത്റൂമിൽ വെക്കുകയാണെങ്കിൽ ബ്രഷും പേസ്റ്റും ഷാമ്പും ഒക്കെ ഇട്ട് വെക്കാനായിട്ട് ഒരു ഓർഗനൈസറായിട്ട് നമുക്ക് ഉപയോഗിക്കാം. കിച്ചണിലാണെങ്കിൽ നമ്മൾ എപ്പോഴും എടുക്കുന്ന സ്പൂണ്, ഫോർക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇട്ട് വെക്കാനായിട്ട് ഉപയോഗിക്കാം. ചെറിയ കിച്ചണുകളൊക്കെ ഉള്ളവർക്കാണെങ്കിൽ നമ്മുടെ കിച്ചൺ സ്ലാബിന് മുകളിൽ ഇതുപോലെ നല്ല ഭംഗിയായിട്ട് ഒരു ഓർഗനൈസർ പോലെ അറേഞ്ച് ചെയ്യാവുന്നതാണ്. ഈ ഒരു ബോക്സ് നമുക്ക് കുറച്ച് ഡെക്കറേറ്റീവായിട്ടൊക്കെ ചെയ്ത് ഡൈനിങ് ടേബിളിന് മുകളിൽ നല്ലൊരു ഓർഗനൈസറായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഒരു കമ്പാർട്ട്മെൻറ്റിൽ ഇതുപോലെ സ്പൂൺ ഇട്ട് വെക്കാം, അടുത്ത കമ്പാർട്ട്മെൻറ്റിൽ ഉപ്പും പെപ്പർ പൗഡറും ഒക്കെ ഇട്ട് വെക്കുകയാണെങ്കിൽ അടിപൊളി ഓർഗനൈസർ ആയിരിക്കും കേട്ടോ. ഇനി ഈ ഒരു ബോക്സ് നമ്മൾ സ്റ്റഡി ടേബിളിന് മുകളിൽ വെക്കുകയാണെങ്കിൽ കുട്ടികൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ID കാർഡ്, ബെൽറ്റ്, പേന, പെൻസിലൊക്കെ നമുക്ക് ഇതിൽ എടുത്ത് വെക്കാവുന്നതാണ്. അതുപോലെ തന്നെ സ്ഥിരമായിട്ട് മെഡിസിനൊക്കെ കഴിക്കുന്ന പേരൻസ് ഉണ്ടെങ്കിൽ അവരുടെ മെഡിസിനൊക്കെ എടുത്ത് വെക്കാനായിട്ട് ബോക്സ് ആയിട്ട് ഉപയോഗിക്കാം. ഇതുപോലെ വിക്സ്, അമൃതാഞ്ജൻ അല്ലെങ്കിൽ ടാബ്ലറ്റുകളൊക്കെ നമുക്ക് ഇതിൽ എടുത്ത് വെക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വേണ്ടാതെ വലിച്ചെറിയുന്ന ടിഷ്യൂ പേപ്പറിൻ്റെ ബോക്സ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് നല്ല സൂപ്പർ ഐഡിയാസുകളായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും നല്ല വീഡിയോയിൽ കാണാം.